കർത്താവായ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ യൂട്യൂബിലൂടെ ദൈവിക സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു. ഈ തിരുവചനം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി മാറിയെങ്കിൽ മറ്റുള്ളവർ കൂടെ ഷെയർ ചെയ്യുവാൻ കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുകയാണ്. 71-ാം സങ്കീർത്തനം അതിൻ്റെ 21-ാം വാക്യം, അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവനെ നീ വീണ്ടും ജീവിപ്പിക്കുകയും ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് ഞങ്ങളെ തിരിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുപോലെ അനവധി കഷ്ടങ്ങൾ, സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ അനേക കഷ്ടങ്ങളും ജീവിതത്തിൽ ഒക്കെയും കടന്നു വരുമ്പോൾ ഹല്ലേലൂയ, ആ സ്വർഗീയ പിതാവായ ദൈവം നമ്മെ ജീവിപ്പിക്കുന്ന ദൈവമാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് പലവിധമായ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എന്നെ ആരും സഹായിക്കുവാൻ ഇല്ലാതെ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നടുവിലും യഹോവയായ ദൈവം നമ്മെ ജീവിപ്പിക്കുന്ന ദൈവമാണ്. അനർത്ഥങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുക, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഓളങ്ങളും തിരമാലകളും എന്ന് വേണ്ട സകലതും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുക. തീച്ചുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുക. എന്നാൽ സ്വർഗീയ പിതാവായ ദൈവം നമ്മെ ജീവിപ്പിക്കുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് ഈ ദിനങ്ങളിൽ കർത്താവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവായ ദൈവമേ, എൻ്റെ ദൈവത്തിൻ്റെതായ കൃപ എൻ്റെ മേൽ പകരുമാറാകണമേ. ദൈവത്തിൻ്റെതായ ആത്മാവിൻ്റെതായ ശക്തി എൻ്റെ മേൽ പകരുമാറാകണമേ എന്ന് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും സ്വർഗീയ പിതാവായ ദൈവം നമ്മെ വഴി നടത്തുവാൻ തക്കവണ്ണമിടയായി തീരും. ഏതെല്ലാം കഷ്ടങ്ങളും ഏതെല്ലാം ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ കടന്നു വന്നാലും ജീവിപ്പിക്കുന്ന ഒരു സ്വർഗീയ പിതാവാ ദൈവം, ആ കർത്താവ് ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ശൂന്യതകൾ വന്നിരിക്കുക, ഹല്ലേലൂയ, എന്നാൽ ആ ശൂന്യതകളെ മാറ്റി അനുഗ്രഹം തരുന്ന സ്വർഗീയ പിതാവാ ദൈവം. അതുകൊണ്ട് ഈ ദിനങ്ങളിൽ കർത്താവാ ദൈവമേ, എന്നെ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, എന്നെ ഒന്ന് ജീവിപ്പിക്കുമാറാകണമേ. ആടെ മുമ്പാകെ ലജ്ജിപ്പിക്കുക എന്നെ ദൈവം അനുവദിക്കല്ലേ എന്ന് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മുടെ സങ്കടം പകരുമ്പോൾ കർത്താവായ ദൈവം ജീവിപ്പിക്കുന്ന ദൈവമാണ്. ആ കർത്താവായ ദൈവത്തെ മുറുകെ പിടിക്കുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കൊലോസ്യ ലേഖനം 2:33 വാക്യത്തിൽ പറയുന്നുണ്ട്, അതിക്രമങ്ങളിലും ഹല്ലേലൂയ നിങ്ങളുടേതായ ജഡത്തെ ചർമ്മത്തിലും മരവിച്ചവരായി ഇരുന്ന നിങ്ങളെയും അവനോട് കൂടെ ജീവിപ്പിച്ചു. ഹല്ലേലൂയ, പലപ്പോഴും നമ്മൾ മരവിപ്പിച്ച അവസ്ഥകൾ, ജഡത്തിൻ്റെ അവസ്ഥകൾ, ഇതൊക്കെ നാം ഹല്ലേലൂയ വചനത്തിൽ പറയുന്നുണ്ട്, വാസത്തിലും പ്രാർത്ഥനയും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോവുകയില്ല. എന്നാൽ ജഡത്തിൽ മരിപ്പിക്കേണ്ടതിനെ നമ്മൾ മരിപ്പിച്ച് ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, കർത്താവായ ദൈവത്തോട് കൂടെ ജീവിക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ നാം മുമ്പോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും ഹല്ലേലൂയ കർത്താവായ അവനോട് കൂടെ നമുക്കും ജീവിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. അതുകൊണ്ടാണ് വചനത്തിൽ തന്നെ പറയുന്നുണ്ട്, കർത്താവായ യേശുവിൻ്റെ സ്വഭാവം എന്നിലും നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ആ കർത്താവായ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പാപക്കറകളുണ്ടോ ആ പാപക്കറകളൊക്കെ എടുത്തു മാറ്റിക്കൊണ്ട് കർത്താവായ ദൈവത്തിൽ ജീവിക്കുവാൻ തക്കവണ്ണം കർത്താവിനെ പറ്റി പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ തക്കവണ്ണം കർത്താവെ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു, എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ കർത്താവ് ആ ദൈവം നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, കൂടെ ഇരുന്ന് നമ്മെ ജീവിപ്പിച്ച് ഓരോ ദിനങ്ങൾ കഴിയും തോറും ഹല്ലേലൂയ നമ്മെ ബലപ്പെടുത്തുന്ന ദൈവം, നമ്മെ ശക്തീകരിക്കുന്ന ദൈവമാണ്. ആ കർത്താവായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 1 പത്രോസ് 3:18 പറയുന്നുണ്ട്, ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കർത്താവായ ദൈവം. ഹല്ലേലൂയ. അവിടെ പറയുന്നുണ്ട് 3:18, ക്രിസ്തു നമ്മെ
ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് ഹല്ലേലൂയ നീതിമാനായ നീതികേട് പ്രവർത്തിക്കുന്നവരുടെ പാപനിമിത്തം ഒരിക്കലും കഷ്ടം അനുഭവിച്ച് ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിക്കപ്പെടുന്ന സ്വർഗീയ പിതാവാ ദൈവം. അപ്പോൾ ജഡത്തിൽ കഷ്ടത അനുഭവിച്ച കർത്താവാ ദൈവം, എന്നാൽ അവൻ വീണ്ടും ജീവിച്ചു. അതുകൊണ്ട് ഈ ദിനങ്ങളിൽ കർത്താവായ ദൈവത്തിന്റെ തിരുസന്നിധിയിൽ ഹല്ലേലൂയ പറ, കർത്താവാ ദൈവമേ എന്നെ ഏൽപ്പിച്ചു തരികയാണ്. ഹല്ലേലൂയ ആത്മാവിൽ ജീവിപ്പിക്കുവാൻ ആത്മാവ് എന്നിൽ നിന്ന് പകരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ വഴി നടത്തി മുന്നോട്ട് കൊണ്ടുപോകുവാൻ, നമ്മെ പുലർത്തുവാൻ ദൈവം സർവശക്തനായ ദൈവമാണ്. അതുകൊണ്ട് ഇത് നിങ്ങൾ കർത്താവിനോട് ചേർന്ന് നടക്കുവാൻ പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ പകരും. പൗലോസിനോട് പറഞ്ഞിട്ടുണ്ട്, പൗലോസേ എൻ്റെ കൃപ നിനക്ക് മതി. അതെ, ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ പകരുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ സന്നിധി നമുക്ക് ഏൽപ്പിക്കുക. കർത്താവേ എന്നെ ഏൽപ്പിച്ചു തരികയാണ്, എൻ്റെ ജീവിതത്തെ ഏൽപ്പിക്കുന്നു, എൻ്റെ വിശ്വാസത്തെ ഏൽപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ കർത്താവായ ദൈവം നമ്മുടെ മേൽ കൃപ പകർന്ന് നമ്മെ നടത്തും. ആത്മാവിൽ നടത്തപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ദൈവം ഉപദേശം തരുവാനിടയായിത്തീരും, ആലോചന തരുവാനിടയായിത്തീരും. ആ കർത്താവ് ഇന്നും ജീവിക്കുന്നു, എന്നേക്കും ജീവിക്കുന്നു. വാക്ക് പറഞ്ഞാൽ മാറാത്ത ആ സ്വർഗീയ പിതാവാ ദൈവം ഇന്ന് നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിനങ്ങളിൽ കർത്താവായ ദൈവത്തിന്റെ സന്നിധിയിൽ പറ, കർത്താവായ ദൈവമേ എന്നെ ഒന്നും കൂടെ പുതുക്കപ്പെട്ടൊരു അനുഭവത്തിലേക്ക് കൊണ്ടുവരുമാറാകണമെന്ന് പറയുമ്പോൾ കർത്താവ് നമ്മെ കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഈ തിരുവചനങ്ങളാൽ കർത്താവായ ദൈവം നമ്മൾ ഓരോരുത്തരെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം, സ്തോത്രം.